ഹായ്, ചന്തുവാണേ. ഇപ്പം ഞാൻ ഇന്ന് വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലെയുള്ള ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് മൊബൈൽ, ഹെഡ്സെറ്റ്, അതുപോലെ ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സെക്കൻഡറി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോക്കോ നമ്മുടെ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞ് ഡെലിവറി ബോയ് അത് കൊണ്ടുവന്നു. ആൾ ഓണാക്കി, അപ്പോൾ ഓണായി, കുഴപ്പമില്ല. അപ്പോൾ ആൾ പറഞ്ഞത് നീ ഓഫാക്കി തരാം, കൊണ്ടുപോയി ചാർജിനിട്ടോളൂ, ബാറ്ററി വീക്ക് ആക്കേണ്ട, ചാർജിനിട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത് അതേപോലെ തന്നെ കേട്ടു, ചാർജിനിട്ടിട്ട് പിന്നെ എടുത്ത് ഓണാക്കാൻ നോക്കിയപ്പോൾ പിന്നെ ഓണായിട്ടില്ല ഫോൺ. അങ്ങനെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഇത് അതിൻ്റെ IMEI നമ്പറൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് സെക്കൻഡറി മൊബൈലാണെന്ന് നമ്മൾ മനസ്സിലായത്. തമിഴ്നാട്ടിലെവിടെയോ 1 വർഷത്തോളം ഓടിക്കളിച്ച മൊബൈലാണിത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കയറി വരുന്നുണ്ട്, വളരെയധികം ശ്രദ്ധിക്കുക. കസ്റ്റമർ കെയറിൽ വിളിച്ചു, ഇതിൻ്റെ ബില്ലും അങ്ങനെ കേസും കാര്യങ്ങളും ഫോണൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് 1-ാം തീയതിയാണ് ഇതിൻ്റെ ഇത് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടാവും, അറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ 2-ാം പാർട്ട് വീഡിയോ ഇടാം. അതുപോലെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ബില്ലിൽ ചെറുതായിട്ട് സെക്കൻഡറി എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഏത് ഭാഗത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് റീപ്ലേസോ റീഫണ്ടോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബില്ലിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. റീഫണ്ടോ റീപ്ലേസോ ഇത് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന കാശ് അത് വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലും ചതികളിലും പോയി പെടാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ.